ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു റംസാൻ സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയല്ലോ. റംസാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു ഫ്രൈഡ് എഗ് പപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയായിരിക്കും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. നമുക്കതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 മുട്ട കൊണ്ട് നമുക്ക് 6 പപ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 3 മുട്ട എനിക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അവിച്ചെടുക്കുക, ബോയിൽഡ് എഗ്ഗായിട്ട് എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. എളുപ്പം ആക്കാനാണ് കേട്ടോ. എളുപ്പം ആവുകയും ചെയ്യും ഈ സ്നാക്സ് എന്ന് പറയുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി പെട്ടെന്ന് തോലിളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ചേർക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് ഞാനൊരു 5 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം അതിനെ മാറ്റി ഒരു ബൗളിലോട്ടാക്കുക. ആ ബൗളിലോട്ട് നമുക്കൊരു കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് തണുക്കുകയും ചെയ്യും, പെട്ടെന്ന് തോല് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ വാട്ടറാണ്, പൈപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഐസ് വാട്ടറൊന്നും വേണമെന്നില്ല കേട്ടോ. അതൊഴിച്ച് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ മസാലയ്ക്കുള്ള ഇത് തയ്യാറാക്കാനായിട്ട് 2 സവോളയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നീളത്തിൽ ഞാൻ സവോള എല്ലാം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ നോർമലി നൈസായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്, അതായത് നീളത്തിലല്ലേ കട്ട് ചെയ്യുന്നത് പപ്സിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ നീളത്തിലിങ്ങനെ രണ്ട് സവാളയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നടുവേ കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സവാള കട്ട് ചെയ്തതിന് ശേഷം ഗ്രീൻ ചില്ലി ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിനും അനുസരിച്ച് എടുക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അത് കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഈ മസാല നമുക്ക് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് കടുക് വറുക്കുന്ന പോലെ ചെയ്യാനാ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് എല്ലായിടത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സവാളയും ഈ പച്ചമുളകും കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നല്ല കുക്കായി വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അതാ കണ്ടോ, ഈ ഒരു കണ്ണാടി പോലെ, ഒരു ട്രാൻസ്പെറൻ്റ് ആയി വരുന്നാൽ മതി കേട്ടോ സവാള. അല്ലാതെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത്, ഗരം മസാല എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ട് ടൊമാറ്റോ സോസും കൂടി, നമ്മൾ ടൊമാറ്റോയെക്കാളും ടൊമാറ്റോ സോസ് ചേർക്കുന്ന കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് അത് ചേർത്തത്. അതും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനുള്ള ഒരു ബാറ്റർ പോലെ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദ എടുത്തതിന് ശേഷം, ദോശ ബാറ്ററല്ല, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കണം കേട്ടോ. കാരണം നമുക്കിത് സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൈഡ് എഗ് പപ്സ് ചെയ്യുമ്പോൾ സൈഡ് ഒട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാറ്റർ എടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ സമോസ ഷീറ്റ് എടുത്തേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്നാവും. നമ്മളിപ്പോൾ സമോസ ഷീറ്റ് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, ഞാൻ അതാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. ഒരു 100 ഷീറ്റ് എന്തോ കിട്ടും, 50 ഷീറ്റോ 100 ഷീറ്റോ എന്തോ കിട്ടും, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. 100 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ച് ഞാൻ 2 ഷീറ്റ് ഒരു പപ്സ് ഉണ്ടാക്കാനായിട്ട് 2 ഷീറ്റ് ആവശ്യമുണ്ട് കേട്ടോ. 2 ഷീറ്റ് ഞാനിങ്ങനെ ഇതിൽ കാണിക്കുന്ന പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് ഞാൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മസാല വെച്ച് കൊടുക്കുക. ഒരുപാടായി പോകരുത്, എങ്കിൽ നമുക്ക് ഈ ഷീറ്റ് കീറിപ്പോകും കേട്ടോ.
അതിനുശേഷം മുട്ട രണ്ടായിട്ട് ഞാൻ നടുവേ കട്ട് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞ് നടുവേ കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 സൈഡിലും ഇതിൻ്റെ 4 സൈഡിലും ഞാൻ ആ മിക്സ് ഉണ്ടല്ലോ, മൈദയുടെ മിക്സ്, അത് ഒട്ടാൻ വേണ്ടിയിട്ട് ആ 4 സൈഡിലും ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഇത് മടക്കിയെടുക്കാം. ഒരു ഇത് അവിടെ മടക്കുക, അതിനുശേഷം താഴെ നിന്ന് മടക്കുക, അതിനുശേഷം വീണ്ടും മേളിൽ നിന്ന് മടക്കുക, അതിനുശേഷം വീണ്ടും സൈഡിൽ നിന്ന് മടക്കുക. അങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. അതായത് ഈ മസാല പുറത്ത് പോകാത്ത രീതിയിൽ നമ്മളൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേ കണ്ടോ, സൈഡിലും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ എണ്ണയൊക്കെ അതിൻ്റെ ആ സൈഡിൽ ഈ സ്പേസ് ഇല്ലേ അതിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ സൈഡും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, എണ്ണയൊന്നും അതിൽ കയറാതിരിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ എല്ലാ പപ്സും, അതായത് ഞാൻ 6 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 6 എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ഇതിൽ കാണിച്ചതുപോലെ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് രണ്ടെണ്ണം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നാണെങ്കിൽ അത്രയും നല്ലത്, പക്ഷെ ഞാനിവിടെ 2 എണ്ണം വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് തന്നെ ഒരു 3 മിനിറ്റ് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളെല്ലാം മസാലയൊക്കെ വെന്ത മസാലയാണ്. അപ്പോൾ അത് ഒന്ന് ഇതായി വന്നാൽ മതി. ഈ ഷീറ്റ് മാത്രം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഒരുപാട് സമയത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി കുക്കായ സാധനമാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ ഇട്ട് 3 പ്രാവശ്യമായിട്ട് ഇതാ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, എൻ്റെ 6 പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ. പ്രത്യേകിച്ച് ഈ ഷീറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മസാലയും നല്ല സൂപ്പർ മസാലയാണ്. അപ്പോൾ ഈ റംസാന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സമോസ ഷീറ്റ് കൊണ്ട് നോർമലി സമോസയിലേ ഉണ്ടാക്കുന്നത്. ഇത് പപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതാ കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. മുട്ടയൊക്കെ കണ്ടോ അതിനകത്തിട്ട് നല്ല ഇതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്